നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ മുതിർന്ന ആൾക്കാരെങ്കിൽ പറയും നമ്മൾ ഒരിക്കലും അത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ പൈസ അവർ വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഒരു തുകയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്ലെയിം വന്നു കഴിയുമ്പോൾ അവരെന്തെങ്കിലും കാരണം പറഞ്ഞത് ജഡ്ജ് ചെയ്യുമെന്ന് പറയും. ശരിക്കും ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു IRDയുടെ അണ്ടറിൽ വരുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഏതെങ്കിലും പ്രൈവറ്റ് ഫേമിനോ അല്ലെങ്കിൽ ചെറിയൊരു കമ്പനിക്കോ ചെയ്യാൻ പറ്റുന്ന ചെറിയ ഉത്തരവാദിത്തമുള്ള കാര്യമല്ല. ഇതൊരു വർഷത്തേക്കുള്ള ബോണ്ടാണ്, ഒരു എഗ്രിമെന്റ് ആണ്. ഇത് നമുക്ക് ലീഗലി സപ്പോർട്ട് തരുന്നതാണ്. ഇതിനെല്ലാം നമുക്കിപ്പോ തിരിച്ചറിയാൻ നിരവധി മാർഗങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വെറുതെ ഗൂഗിളിൽ തന്നെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ പോലെയുള്ള കാര്യങ്ങൾ, ഏത് കമ്പനിയാണ് ഏറ്റവും നല്ല രീതിയിൽ ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യുന്നത്, ഇതെല്ലാം അറിഞ്ഞിട്ട് അവർ അടുത്ത വർഷത്തെ ബിസിനസിനെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കമ്പനിയും വ്യക്തമായ റീസൺ ഇല്ലാതെ അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ക്ലെയിം റിജക്ട് ചെയ്യാൻ ഒരു തരത്തിൽ 1% പോലും സാധ്യതയില്ല. കാരണം അത് അവരുടെ അടുത്ത വർഷത്തെ ബിസിനസിനെ ബാധിക്കും. അതുപോലെ ഇത്രയും വലിയ റെഗുലേറ്ററി അണ്ടറിൽ വരുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ആർക്കെങ്കിലും നമുക്ക് ഇഷ്ടത്തിന് പ്രകാരം കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ടപ്രകാരം കൊടുക്കാതിരിക്കാനോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ക്രയവിക്രയങ്ങളും ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗത്ത് നടക്കില്ല. കാരണം നമ്മൾ ജെന്യുവനായ ഒരു കേസാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിൽ നമുക്ക് നിലവിലുള്ള ബാക്ക്ഗ്രൗണ്ടിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന അസുഖങ്ങൾ നമ്മൾ ഇത്ര വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ആ കാലാവധിക്ക് ശേഷം അതിനുള്ള എല്ലാ പ്രൊട്ടക്ഷനും നമ്മൾ ഇന്ന് നടക്കുന്ന എല്ലാ ആക്സിഡന്റുകൾക്കും എത്ര രൂപയാണോ സമ്മർഷയുടെ ആ രൂപ വരെയുള്ള ഫുൾ എമൗണ്ടും തരാൻ കമ്പനി ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ അറിയാവുന്ന ഒരു ഏജന്റ് ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് അത് വാങ്ങിച്ചു തരേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം പോലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഒരു തട്ടിപ്പായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പണമിടപാട് പോലെയുള്ള കാര്യമല്ല. ഇത് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഗവൺമെന്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെന്റിനും ആ ഒരു കമ്പനിക്ക് എല്ലാത്തിനും ഉണ്ട്. ആ ഒരു ഏജന്റിനും പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ ഇത് ഒരിക്കലും നമ്മൾ ചെലവാക്കുന്ന ഒരു പാഴായിട്ടുള്ള പൈസയല്ല. ആ പൈസക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് കിട്ടിയിരിക്കും. അതിനുള്ള പൂർണ്ണ പിന്തുണ, അതിന്റെ ഒരു എല്ലാ സർവീസും നമുക്ക് ആ പൈസ കൊണ്ട് കിട്ടിയിരിക്കുന്നുള്ള 100% ഉറപ്പാണ്.